മലയാള സിനിമയിലെ ചിരിയുടെ പര്യായങ്ങളായ രമേശ് പിഷാരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും തമ്മിലുള്ള സൗഹൃദം കേവലം സ്ക്രീനിലോ സ്റ്റേജ് ഷോകളിലോ ഒതുങ്ങുന്നതല്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി ജനവിധി തേടുമ്പോൾ തന്റെ പ്രിയ സുഹൃത്തിന് ഹൃദയസ്പർശിയായ പിന്തുണയുമായി ധർമ്മജൻ എത്തിയത് രാഷ്ട്രീയ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പാലക്കാട്ടെ നായകനാകാൻ പിഷാരടിക്ക് കഴിയട്ടെ എന്ന ധർമ്മജന്റെ ആശംസയിൽ ഒരു സുഹൃത്തിന്റെ സ്നേഹം മാത്രമല്ല, മറിച്ച് തന്റെ സഹപ്രവർത്തകന്റെ വ്യക്തിത്വത്തിലുള്ള ഉറച്ച വിശ്വാസം കൂടിയാണ് നിഴലിക്കുന്നത്. മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ പിഷാരടിയും ധർമ്മജനും ഇരട്ടകളെ പോലെയാണ്. ഒരാൾ തുടങ്ങുന്ന കോമഡി മറ്റൊരാൾ പൂർത്തിയാക്കുന്ന ആ കെമിസ്ട്രി മലയാളികൾ വർഷങ്ങളായി ആസ്വദിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ കടുത്ത പോരാട്ട ഭൂമിയിൽ എത്തുമ്പോൾ ഈ ആത്മബന്ധത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. പാലക്കാട് വോട്ട് ചോദിക്കാൻ എത്തിയ ധർമ്മജൻ പങ്കുവച്ച ചില കാര്യങ്ങൾ പിഷാരടി എന്ന മനുഷ്യനെ വോട്ടർമാർക്ക് മുന്നിൽ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ സഹായിച്ചു. സിനിമാ ബന്ധം വെച്ച് എനിക്ക് വോട്ട് വേണ്ട എന്ന പിഷാരടിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഒരു നടൻ എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വോട്ട് നേടുന്നതിനേക്കാൾ തന്റെ അറിവും ദീർഘവീക്ഷണവും കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന പിഷാരടിയുടെ നിലപാട് ധർമ്മജൻ അഭിമാനത്തോടെയാണ് പങ്കുവച്ചത്. ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ ജനവിധി തേടിയ ആളെന്ന നിലയിൽ രാഷ്ട്രീയത്തിലെ ചില പ്രായോഗിക കാര്യങ്ങൾ ധർമ്മജൻ പിഷാരടിക്ക് ഉപദേശമായി നൽകിയിരുന്നു. കോമഡിയല്ല രാഷ്ട്രീയം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒന്നാണ് എന്ന ഗൗരവകരമായ ഉപദേശമാണ് ധർമ്മജൻ തന്റെ സുഹൃത്തിന് നൽകിയത്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു കലയല്ലെന്നും അതൊരു ജീവിതചര്യയാണെന്നും ധർമ്മജൻ പിഷാരടിയെ ഓർമ്മിപ്പിച്ചു. കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം സുഹൃത്തിന് മുന്നറിയിപ്പ് നൽകി. പൈസ മുടക്കുണ്ടാകും, അതൊക്കെ കരുതി വെച്ചോ എന്ന ധർമ്മജന്റെ വാക്കുകൾ സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യത്തോടെ നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു. പിഷാരടിയുടെ പ്രചാരണത്തിനായി സിനിമാ ലോകത്തെ ഒരു വലിയ നിര തന്നെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ധർമ്മജനൊപ്പം നാദിർ ഷാ, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൺ, കലാഭവൻ ജിൻഡോ, ഹരി പി നായർ തുടങ്ങിയവർ ചേർന്ന് നടത്തിയ സ്റ്റേജ് ഷോയും പ്രചാരണ പരിപാടികളും മണ്ഡലത്തിൽ വലിയ ഓളമുണ്ടാക്കി. സിനിമയിലെ സഹപ്രവർത്തകർ പിഷാരടിക്കായി വോട്ട് ചോദിക്കാൻ എത്തുന്നത് കേവലം ഒരു സൗഹൃദത്തിന്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അറിവിലും സാമൂഹിക പ്രതിബദ്ധതയിലുമുള്ള വിശ്വാസം കൊണ്ടാണെന്നും ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. നല്ല അറിവുള്ളവനും വിദ്യാഭ്യാസമുള്ളവനുമായ പിഷാരടിക്ക് സഭയ്ക്കുള്ളിൽ കൃത്യമായി ശബ്ദമുയർത്താൻ കഴിയുമെന്നാണ് ഇവരുടെ സാക്ഷ്യം. രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ ശൈലിയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കടുത്ത രാഷ്ട്രീയ സംവാദങ്ങളിൽ പോലും തൻ്റെതായ ശൈലിയിൽ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. വോട്ടർമാരെ നേരിൽ കാണുമ്പോഴും ഒരു ചിരിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി. എന്നാൽ ഇതിനെല്ലാം ഗൗരവകരമായി കാണുന്ന ധർമ്മജൻ പിഷാരടിയുടെ രാഷ്ട്രീയ അറിവിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവൻ അത്യാവശ്യം നല്ല അറിവുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ് എന്ന് ധർമ്മജൻ പറയുന്നത് കേവലം പുകഴ്ത്തലല്ല, മറിച്ച് പിഷാരടിയുടെ വായനയും രാഷ്ട്രീയ നിരീക്ഷണങ്ങളെയും മുൻനിർത്തിയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പാലക്കാട് പിഷാരടിയെ എങ്ങനെ സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കേരളത്തിനും നിർണായകമാണ്. തന്റെ സിനിമയിലെ തിരക്കുകൾ മാറ്റിവെച്ച് ജനസേവനത്തിനായി ഇറങ്ങിയ പിഷാരടിക്ക് ധർമ്മജനെ പോലെയുള്ള സുഹൃത്തുക്കളുടെ പിന്തുണ വലിയൊരു കരുത്താണ്. സ്നേഹത്തോടെ പിഷുവിന്റെ സ്വന്തം ധർമ്മജൻ എന്ന ധർമ്മജന്റെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. ജയപരാജയങ്ങൾ എന്തുതന്നെയായാലും ഈ സൗഹൃദം രാഷ്ട്രീയത്തോടുള്ള ഇവരുടെ സമീപനവും മലയാളികൾക്ക് പുതിയൊരു പാഠമാണ് നൽകുന്നത്. സിനിമയിലെ കോമഡി താരങ്ങൾ രാഷ്ട്രീയത്തിലെ ഗൗരവക്കാരാകുന്നത് കേരളം മുൻപും കണ്ടിട്ടുണ്ട്. എന്നാൽ പിഷാരടി തന്റെ രാഷ്ട്രീയ ദൗത്യം എത്രത്തോളം ഭംഗിയായി പൂർത്തിയാക്കും എന്നതാണ് പാലക്കാട്ടുകാർ ഉറ്റുനോക്കുന്നത്. ധർമ്മജന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് പിഷാരടിക്ക് നേടിക്കൊടുത്തത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുന്ന ഇത്തരം സൗഹൃദ പ്രകടനങ്ങൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുതിയൊരു മികവ് നൽകുന്നു. മെയ് മാസത്തിൽ ഫലം വരുമ്പോൾ പാലക്കാടിന്റെ നായകനായി പിഷാരടി മാറുമോ എന്ന് കാത്തിരുന്നു കാണാം. ഏതായാലും മലയാളികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ചിരി കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിന്റെ വലിയ വേദികളിലും സജീവമായി നിഴലിക്കുന്നു എന്നത് സന്തോഷകരമാണ്. പാലക്കാട് വിജയിച്ചു വന്നാൽ അത് തനിക്ക് കൂടി ലഭിക്കുന്ന അംഗീകാരമായിരിക്കുമെന്ന ധർമ്മജന്റെ പ്രതീക്ഷ ഒരു സുഹൃത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്.